ഗീതാ ഗോവിന്ദത്തിൻ്റെ ഇന്നത്തെ പ്രൊമോ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതിൻ്റെ എപ്പിസോഡ് ഫസ്റ്റ് തന്നെ ഇങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം രാധികാമ്മ ഇങ്ങനെ സുവർണയോടൊക്കെ പറയുകയാണ്, ഇനി എന്താണ് ഗീതുവിനെ നമുക്ക് ഒതുക്കാനൊരു വഴി, അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു ഐഡിയ വേണം എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ച് തുടങ്ങുന്നത്. അപ്പോഴത്തേക്കും സുവർണ പറയുന്നുണ്ട്, നമുക്കൊരു വഴിയുണ്ട്, നമുക്ക് ഗീതുവിനെയും അജാസിനെയും വെച്ചൊരു അഭിഹിതം ഇങ്ങനെ ഒരു കഥയൊന്ന് മെനഞ്ഞാലോ എന്ന് ചോദിക്കുന്നു. അപ്പം രാധികാമ്മ പറഞ്ഞു, അതൊന്നും ശരിയാവില്ല, മുന്നേ ചെയ്തൊരു കാര്യം തന്നെ പാളിപ്പോയിട്ടുണ്ട്, അപ്പോൾ അത് ഗീതുവും ഗോവിന്ദും കൂടുതൽ അടുക്കാനൊരു വഴിയായി. പിന്നെ നിനക്കിങ്ങനെ ഒരു അവിഹിതം പറയാൻ തന്നെ തോന്നുന്നത് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉള്ളത് കൊണ്ടായിരിക്കാം, അതൊന്നും ശരിയാവുന്നൊരു കാര്യമല്ല, ഇതൊന്നും ഒരു നടപ്പാക്കുന്ന കാര്യമല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ പറയുന്നു, ഇനി അവരൊരു കൊച്ചിനെയും കൂടെ ഉണ്ടായിക്കഴിഞ്ഞ് ഇനി അതിനെയും കളിപ്പിച്ച് ഞാൻ ഇരിക്കേണ്ട വരും എന്നൊക്കെ ഇങ്ങനെ രാധികാമ്മ ഇങ്ങനെ പറയാട്ടോ. അപ്പോഴത്തേക്കും അത് കേൾക്കുമ്പോൾ വരുൺ വിചാരിക്കുകയാണ്, എന്താണേലും അതൊന്നും ഞാൻ സമ്മതിക്കത്തില്ല, അതിനും ഈ പുറത്ത് നിന്ന് ഇനി കളിച്ച കാര്യമില്ല, ഇനി എങ്ങനെയെങ്കിലും വീട്ടിൽ കയറണം എന്നുള്ള രീതിയിലാണ് വരുൺ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നതാണ് കാണിക്കുന്നത്. പ്രിയയും വിനോദും കൂടെയാണ് വീട്ടിൽ വന്നേക്കുവാണ്. എന്നിട്ട് രേഖയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇത്രയും നേരമായിട്ട് വന്നില്ലല്ലോ, എന്നെ ഒന്ന് ഞാനിങ്ങനെ വരുമെന്ന് അറിഞ്ഞിട്ട് പോലും ഒന്ന് ഗോവിന്ദേട്ടൻ നേരത്തെ വന്നില്ലല്ലോ, ഓഫീസിൽ തിരക്കാന്നും പറഞ്ഞിരിക്കും, ഇപ്പം എൻ്റെ ഒരു കാര്യത്തിലൊരു ശ്രദ്ധയില്ല എന്നൊക്കെ ഇങ്ങനെ പ്രിയ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയും, അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഒന്ന് വിളിച്ചുകൊണ്ട് വരുന്ന ഇത്രയും ഇങ്ങനെ ആയിട്ടിരിക്കുമല്ലോ, എന്നെ കൂട്ടിക്കൊണ്ട് വരുന്ന സമയമില്ല, അതിൻ്റെ കാര്യത്തിൽ പോലും ഒരു തീരുമാനമായിട്ടില്ലല്ലോ, അതൊക്കെ ഇനി എന്നാ, നിങ്ങൾക്ക് ഇവിടെ ആർക്കും എൻ്റെ കാര്യത്തിലൊരു ശ്രദ്ധയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രിയ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ പ്രിയ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും രേഖ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല മോളെ, തിരക്കായതുകൊണ്ടായിരിക്കും, അവരിപ്പം തന്നെ വരും, എന്നാലും ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല, ഞങ്ങൾ പോകാൻ തുടങ്ങുകയെന്നൊക്കെ പറയുന്നുണ്ട്. കാഞ്ചന അതിൻ്റെ ഇടയ്ക്ക് വിനോദിൻ്റെ അടുത്തുനിന്ന് പറയാൻ തുടങ്ങുന്നുണ്ട്, വലിയ കാശുള്ള വീട്ടിലെ പെൺകൊച്ചിന് കല്യാണം കഴിച്ചിട്ട് അവളുടെ ചിലവിൽ ജീവിക്കുവാണെന്നൊക്കെ ഉള്ള രീതിയിൽ പറയും. ഞാൻ അങ്ങനെ ജീവിക്കുവാന്നൊന്നും അല്ല, ഞാൻ എൻ്റെ പണിയെടുത്തിട്ട് തന്നെ ആ പൈസ കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഭാര്യയുടെ ഇഷ്ടങ്ങളെല്ലാം നടത്തി കൊടുക്കുന്നതെന്ന് ഇങ്ങനെ വിനോദ് എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ പറയട്ടോ. അപ്പോഴത്തേക്ക് ഇത് കേട്ടോണ്ട് ഇവിടുത്തെ സൗണ്ടൊക്കെ കേട്ടോണ്ടാണ് രാധികാമ്മ വരുന്നത്. അപ്പോൾ രാധികാമ്മ ചോദിക്കുമ്പോൾ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, ഇപ്പം എന്നെ ഒന്ന് കൂട്ടാൻ പോലും വരാൻ ആരുമില്ല, ഇത്രയും നാളായില്ലേ, എന്നിട്ട് ആരും എന്നെക്കുറിച്ചൊന്നും അന്വേഷിക്കുന്നു പോലും ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രാധികാമ്മയും അങ്ങനെ കൂടുതൽ അത് ശരിയാ, ഗോവിന്ദനോട് തിരക്കാന്നുള്ള രീതിയിലും ഇപ്പോൾ എപ്പോഴും ഗീതുവിൻ്റെ പുറകെ ഇങ്ങനെ ഗീതുവായിട്ട് അങ്ങ് നടപ്പെന്നുള്ള രീതിയിലൊക്കെ ഇവളുടെ അടുത്ത് ഇങ്ങനെ ദേഷ്യം കയറ്റാൻ വേണ്ടി ഇങ്ങനെ രാധികാമ്മ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്തേക്കും പറയുന്നത്, ഞങ്ങൾ പോവാം, ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ആരെങ്കിലും ഇനി എന്നെ കാണണമെങ്കിൽ അങ്ങോട്ട് അന്വേഷിച്ച് വന്നാൽ മതി എന്ന് പറയും. അപ്പം രാധികാമ്മ പറയാം, അല്ല നിൽക്കാൻ പറയില്ല, ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ് അവരിങ്ങനെ പോകാൻ ഇറങ്ങുവാണ്. ആ സമയത്താണ് ഒരു കാറ് വന്ന് നിൽക്കുന്നത്. അതിൽ നിന്ന് ഗീതും ഗോവിന്ദും കൂടെ അങ്ങനെ പിരിച്ചിരിച്ച് സന്തോഷത്തോടു കൂടി ഇറങ്ങും. അപ്പോഴത്തേക്കും ഇവരെ കണ്ടുകൊണ്ട് തന്നെ പോകാൻ വേണ്ടി പ്രിയ വിനോദം കൂടെ ഇറങ്ങും കേട്ടോ. അപ്പോഴത്തേക്കും ചോദിക്കും, മോളെ എവിടെ പോകാമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ, എൻ്റെ കാര്യത്തിൽ അന്വേഷിക്കാനൊന്നും നിങ്ങൾക്ക് ആർക്കും ഒരു സമയമില്ലല്ലോ, ഞാനിവിടെ വന്നിട്ട് എത്ര നേരമായി, നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് നേരത്തെ വരാൻ പോലും പറ്റിയില്ലല്ലോ, അപ്പോൾ നിങ്ങൾ എൻ്റെ കാര്യത്തിലൊരു ശ്രദ്ധയില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇറങ്ങുക എന്നുള്ള രീതിക്ക് ഇങ്ങനെ സംസാരിക്കുക, എന്നെ കൂട്ടിക്കൊണ്ട് വരുന്ന കാര്യം പോലും ഒന്ന് തീരുമാനിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയുക കേട്ടോ. അപ്പോഴത്തേക്കും ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദൻ്റെ അടുത്ത് പിണങ്ങിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ ഗീതു പിണങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും രാധികാമ്മ വേഗം പറയും, അയ്യോ അവരിപ്പം അടുത്ത് വന്നതല്ലേ ഉള്ളൂ, പ്രിയ നീ ഒന്നും മിണ്ടാതിരിക്കുക, അവരിപ്പം അടുത്ത് ഓഫീസിൽ നിന്ന് വന്നതല്ലേ എന്നുള്ളൂ എന്ന് പറയും. അപ്പോഴത്തേക്കും കാഞ്ചന വിചാരിക്കും, ഓ രാധികാമ്മ ഇപ്പം തന്നെ പ്ലേറ്റ് തിരിച്ചുല്ലോ എന്ന് പറയും. അപ്പം ഗീതു പറയും, മോൾ അങ്ങനെയൊന്നും പറയില്ല, മോളെ ഏറ്റവും ഭയങ്കര സ്നേഹമല്ലേ ഏട്ടനെന്നൊക്കെ പറയും. എന്നിട്ടാണ് എൻ്റെ കാര്യത്തിലൊരു ശ്രദ്ധയില്ലാത്തതെന്ന് പറയും. എന്നിട്ട് പറയും, ആര് പറഞ്ഞു മോളുടെ കാര്യത്തിൽ ശ്രദ്ധയില്ല, ഞങ്ങൾ എന്താ ഇത്ര താമസിച്ചതെന്നറിയോ, ഇല്ല എന്താണെന്ന് ചോദിക്കുമ്പോൾ മോളെ കൂട്ടിക്കൊണ്ട് വരുന്നതിൻ്റെ ഡേറ്റ് കുറിപ്പിക്കാൻ പോയതാന്ന് പറഞ്ഞിട്ട് വേഗം ഒരു പേപ്പർ എടുക്കും കേട്ടോ ബാഗിൽ നിന്ന് ഗീതു. അപ്പോഴത്തേക്കും ആണോ എന്നത്തേക്ക് അതിന് വ്യാഴാഴ്ച മോളെ കൂട്ടിക്കൊണ്ട് വരുന്നതെന്ന് പറയും. അപ്പോൾ തന്നെ അത് കേൾക്കുമ്പോൾ തന്നെ പ്രിയയുടെ വിഷമവും സങ്കടമൊക്കെ അങ്ങ് മാറുവാണ്. അപ്പോഴത്തേക്കും ഗോവിന്ദ് ഇങ്ങനെ കണ്ണും വീഴ്ച നിൽക്കും കേട്ടോ, ഇവിടെ എപ്പോൾ പോയി എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ ഗോവിന്ദ് ഇങ്ങനെ കണ്ണും വീഴ്ച നിൽക്കുക. കാരണം അത് പറഞ്ഞതും പേപ്പർ എടുത്ത് കാണിച്ചതും വെറുതെ അപ്പോഴത്തെ ഒരു പ്രിയയുടെ പിണക്കം മാറ്റാൻ വേണ്ടി ഗീതു അങ്ങനെ കാണിച്ചതാട്ടോ, അല്ലാതെ അതിൽ ഒന്നും എഴുതിയിട്ടൊന്നും ഉള്ളതല്ല. വിനോദും പറയുന്നുണ്ട്, ശരിയാ നിൻ്റെ ഏട്ടന് തിരക്കല്ലേ, അതിൻ്റെ ഇടയ്ക്ക് ഇത്രയൊക്കെ ചെയ്തില്ലേ, അപ്പം നീ അങ്ങനെയൊന്നും പറയുന്നത് തെറ്റാന്നുള്ള കാര്യം പറഞ്ഞ് വിനോദും പ്ലേറ്റ് തിരിക്കും കേട്ടോ. അപ്പോൾ രേഖ പറയുമോ, എന്താണല്ലോ ആ പ്രശ്നം അങ്ങ് സോൾവ് ആയില്ലോ എന്ന് ഓർത്തിട്ട് രേഖ ഇങ്ങനെ നിൽക്കും കേട്ടോ. അതിനപ്പോഴത്തേക്കും വിനോദിനോടും പ്രിയോടും കൂടെ ഗോവിന്ദ് പറയും, ഇന്ന് പോവണ്ട നാളെ പോകാമെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും അല്ല അവർ കൂട്ടിക്കൊണ്ട് വരാനല്ലേ, വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയും. അതൊന്നും സാരമില്ലെന്ന്, ഇവിടെ നിൽക്കാമെന്ന് പറയും. അങ്ങനെയല്ലേ വിനോദേന്ന് ചോദിക്കും, അല്ല ഗോവിന്ദേട്ടൻ പറയുന്ന പോലെയെന്ന് വിനോദും പറയാം കേട്ടോ.
പിന്നെ കാണിക്കുന്നത് ഇവർ റൂമിലേക്ക് കയറി പോവുകയാണ്. ഗോവിന്ദ് വേഗം കുളിക്കാനൊക്കെ കയറുവാണ്. അപ്പോൾ ഗോവിന്ദ് വേഗം കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ ആരും പുറത്തില്ലല്ലോ എന്നുള്ള രീതിക്ക് ഡ്രസ്സൊന്നും ഇടാതെയാണ് ഇറങ്ങുന്നത്. ഒരു ടവലൊക്കെ എടുത്തിട്ട് പാട്ടൊക്കെ പാടിയാണ് ഇറങ്ങുന്നത്. ആ സമയത്താണ് ഗീതു ഒന്ന് റൂം തുറക്കുന്നത്. അപ്പം ഗീതു ഒറ്റ കാർച്ച. ഗീതുവിൻ്റെ കാർച്ച കേട്ടിട്ട് നാണക്കേടും കൊണ്ട് ഗോവിന്ദ് ഒറ്റ കരച്ചിലാണ്. രണ്ടുപേരുടെയും കൂടെ സൗണ്ടായപ്പോൾ ഭയങ്കര സൗണ്ടായി. അപ്പോഴത്തേക്കും ഇവരുടെ സൗണ്ട് കേട്ടിട്ട് രേഖയും കാഞ്ചനയും കൂടെ ഓടി വരും. അപ്പോൾ ചോദിക്കുക എന്താ പറ്റിയ എന്താ ഗീതു എന്ന് ചോദിക്കുമ്പോൾ അല്ല ഗോവിന്ദേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞത് അതുകൊണ്ട് അപ്പം ഞാൻ അങ്ങനെ സൗണ്ടാക്കി പേടിച്ചതാണെന്ന് പറയും. അപ്പോൾ വഴക്ക് പറഞ്ഞാൽ ഇത്രയും വലിയ സൗണ്ടോ? ഗോവിന്ദേട്ടൻ്റെ സൗണ്ടാണല്ലോ ഞങ്ങൾ കേട്ട. അല്ല ഗോവിന്ദേട്ടൻ വഴക്ക് പറയുമ്പോൾ ഞാൻ പേടിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഒച്ച എടുത്തപ്പോൾ ഗോവിന്ദേട്ടനും പേടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ കിളി പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും രേഖ ബാ കാഞ്ചനെ നമുക്ക് പോകാം, എന്താണോ ഈ ഗീതുവിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടാണ് രേഖ ഇങ്ങനെ താഴത്തേക്ക് പോവുകയാണ്. അതിനപ്പോഴത്തേക്കും ഗീതു വന്ന് ചോദിക്കും അത് ഈ റൂമിൽ ഒരാൾ കൂടി ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണ്ടേ, റൂമൊക്കെ ലോക്ക് ചെയ്യണ്ടേ? അപ്പോൾ പറയും റൂമിൽ അറ്റ്ലീസ്റ്റ് മുട്ടിയിട്ടെങ്കിലും വേണ്ടേ റൂമിലേക്ക് കയറി വരാൻ എന്നൊക്കെ പറയാം കേട്ടോ. എന്നിട്ട് ആകെ അവർ രണ്ടുപേരും ഇങ്ങനെ നാണക്കേടായിട്ടും ഗീതു അങ്ങനെ ആകെ കിളി പോയി ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇതൊക്കെ സീനാണ് പിന്നെ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ താഴത്തുനിന്നൊരു പാട്ട് കേൾക്കാം. അപ്പോൾ ഇത് എവിടെ നിന്നാണ് നോക്കുമ്പോഴത്തേക്കും അയ്യപ്പദാസാണ് വരുന്നത്. അയ്യപ്പദാസ് ക്ഷേത്ര ദർശനമൊക്കെ ആയിട്ട് ഇങ്ങനെ പോയേക്കുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുന്നതിൻ്റെയാണ്. അപ്പം വന്നതിൻ്റെ ഒരു മാറ്റങ്ങളൊക്കെ ആയിട്ടാണ് പിന്നെ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും ഗോവിന്ദ് എത്തിയോ ഒരു തണ്ടി എത്തിയോ എന്നൊക്കെ ചോദിക്കും. എത്താതെ പിന്നെ എവിടെ പോകാനാണ്, ഇങ്ങോട്ട് വേണ്ടേ വരാൻ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അയ്യപ്പദാസ് പറയുന്നുണ്ട് ഇനി വീട്ടിൽ കയറ്റുമാവോ എന്നൊക്കെ പറയണം. ഗോവിന്ദ് ഇങ്ങനെ ടെറസിൽ നിന്നിട്ടാണ് താഴേക്ക് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പാട്ട് കേട്ട എവിടെ നിന്നാന്ന് ആർക്കും മനസ്സിലായില്ല. അപ്പോഴത്തേക്കും ഗോവിന്ദ് താഴത്തേക്ക് ഇറങ്ങി വരാൻ തുടങ്ങുവാണ്. ആ സമയത്താണ് ഗീതു ചോദിക്കുന്നുണ്ട് ആരാ വന്നേന്ന് ചോദിക്കുമ്പോൾ അയ്യപ്പദാസാ വന്നേന്ന് പറയും. അപ്പോൾ കാഞ്ചനയും രേഖയും കൂടി ഇങ്ങനെ പുറത്ത് നിൽക്കുക. അയ്യോ ഇത് ആരാ ഈ പാട്ട് കേട്ടേന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒരു വയറ് കാണുമ്പോഴത്തേക്കും പറയുന്നുണ്ട് ഇത് അയ്യപ്പദാസിൻ്റെ. കാഞ്ചന പറയും. അപ്പോൾ കാഞ്ചനയോട് അയ്യപ്പദാസ് പറയുന്നുണ്ട് വയറ് മാത്രമല്ല പുറകെ ആളും ഉണ്ട് എന്ന് പറയും. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിക്കുന്നത്. ബാക്കി കഥയുമായി